ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പം എവിടെ നിൽക്കുന്നത് കാട്ടിലാണ്. അപ്പം ഓണാഘോഷത്തിന് ഞങ്ങളുടെ അച്ഛൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാട്ടിലോട്ട് വന്നിരിക്കും. അച്ഛൻ നാട്ടിലില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ കാട്ടിൽ വന്ന് ആഘോഷിക്കാന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും വന്നത്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ഫാമിലി മൊത്തം ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ കുറേ കുട്ടീസ് ഉണ്ട്. കുട്ടീസേ ഉണ്ടോ? ഒരു കുട്ടീസ്, ഒരു കുഞ്ഞു കുട്ടീസ് ഉണ്ടോ? ബാക്കിയുള്ളവർ ഞങ്ങൾക്ക് പിന്നെ പരിചയപ്പെടാം കേട്ടോ. നമ്മൾ നാട്ടിലാന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ കല്ലേരിയിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളിലായിട്ട് മണ്ണാറപ്പാറ കോട്ടേജ് എന്ന് പറയുന്ന കോട്ടേഴ്സിലാണ് അച്ഛൻ വാച്ചറായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസം നമ്മൾ ഈ കോട്ടേഴ്സിൽ കാണും. നമ്മുടെ ബാക്കിയുള്ള ഓണാഘോഷവും പരിപാടികളെല്ലാം ഇവിടെയാണ്. പിന്നെ ഇന്ന് കുറച്ച് കുട്ടീസുമായിട്ടുള്ള ഓണപരിപാടി നമ്മൾ കാണിക്കാം. അപ്പോൾ ഗായ്സ്, ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ കോട്ടേഴ്സ്. നമ്മൾ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇത് കണ്ടോ, എല്ലാം തെളിച്ച് നേരെ കടന്ന റൂട്ട് കണ്ടോ. ഇതാണ് അച്ചൻകോലൊക്കെയുള്ള പാതയാണ്. ഇതും വനപാത തന്നെ. ഇത് നമ്മൾ കോട്ടേഴ്സിലോട്ട് കയറുന്ന റേഞ്ച് കണ്ടോ. ഇവിടെ അച്ഛനൊക്കെ തെളിച്ചിട്ടേക്കുക, എപ്പോഴും തെളിച്ചിട്ടേക്കണമെന്ന് പറഞ്ഞു. നമ്മളങ്ങോട്ട് കയറിപ്പോകുന്ന പാലമാണ്. പാലം ഇച്ചിരി വളഞ്ഞിരിക്കുക. നാളെ ഒരു മരം വീണ് ശരിയായ. ഇതാണ് ഞങ്ങളുടെ കോട്ടേഴ്സ്. അതാണ് ഒരു റൂം കണ്ടു. ഇതൊരു റൂം. അതിൻ്റെ അപ്പുറത്ത് മാറി ഇതൊരു ഹാളാണ് കേട്ടോ, വലിയൊരു ഹാള്. ഈ ഹാളിലാണ് ഞങ്ങൾ വരുമ്പോഴൊക്കെ കിടക്കാറുള്ളത് ഞങ്ങളെല്ലാവരും. പിന്നെ അതിൻ്റെ ഇങ്ങോട്ട് മാറി ഇവിടുത്തെ കിണർ കണ്ടോ കേസ്. പിന്നെ അവിടെ നിൽക്കുന്ന മരങ്ങൾ കണ്ടു, മരങ്ങൾ, കൃഷികൾ. പിന്നെ അടുക്കള, ഇതാണ് അടുക്കള. അവിടെ മണിയമ്മ, എൻ്റെ അമ്മ അവിടെ വിറകൊക്കെ ഉണക്കുന്നുണ്ടോ കേസ്. ഉള്ള പാചകത്തിനുള്ള വിറകാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് 4 ചുറ്റും കുഴി എടുത്തിട്ട്, വലിയ കുഴി. അതിന് എല്ലാ സൈഡിലും 4 ചുറ്റും രാമച്ചൻ നട്ട് വളർത്തിയേക്കുക. ഈ കുഴിയുടെ നടുക്കാണ് നമ്മുടെ കോട്ടേഴ്സ് ഇരിക്കുന്നത്. 4 സൈഡും കുഴിയാണ്. പിന്നെ അങ്ങോട്ടും വരുന്നുണ്ട്. അവിടെ എല്ലാം കൃഷികൾ ചെയ്തിട്ട് വാഴ, ചീനി, ചേമ്പ്, അങ്ങനെയൊക്കെ കുറേ ഐറ്റങ്ങളുണ്ട് കണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളിരുന്ന് അവരുടെ പരിപാടി അവർക്ക് കാണിക്കുന്നു. രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. എന്താണ്ടൊക്കെ കളിക്കുക. കണ്ടല്ലോ, അടുത്ത അപ്പുറത്തൊരു കോട്ടേഴ്സ് ഉണ്ട്. അങ്ങോട്ട് നമ്മൾ പോവാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് ആനത്താര. ആനകളെല്ലാം വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. എന്തോ ഡേഞ്ചർ ഏരിയ ആണ്. വലിയ വളമുണ്ട്. പെട്ടെന്ന് ഒരു വണ്ടി വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇത് കണ്ടോ ഗൈസ്, എല്ലാവരും പേടിച്ചാണ് പോകുന്നത്. പുറത്ത് പോകണമെങ്കിലും ആനയുണ്ടെന്ന് പേടിച്ച് അനങ്ങാതെ പോകാൻ ആരും മിണ്ടുന്ന പോലും ഇല്ലാണ്ട്. എല്ലാവർക്കും ഇത്ര അച്ചടക്കമൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലായി. കണ്ടോ, വരിയായിട്ട് പോകുന്നുണ്ട്, മിണ്ടാതെ പറയാം. സാധാരണ സമയം കിട്ടിയ കൊതിനാണ് പറയുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ കോട്ടേഴ്സ് എത്താറായി. അതുകൊണ്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അവിടെ എടുക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കണ്ടോ, ഈ കോട്ടേഴ്സിലാണ് നമ്മൾ നേരത്തെ. അപ്പം നമ്മൾ അവിടെ കോട്ടേഴ്സ് എത്താറായിട്ടുണ്ട്. നമ്മൾ നടക്കുവാണ്. ഭയങ്കര വെയിലാണ് കേസ്. ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യ. ഇതുണ്ടോ കേസ്, ഫുള്ള് കാടെന്ന് വെച്ചാൽ നായും കണിയായിക്കോളൂ. ഇവിടെയൊക്കെ ആന കയറി നമ്മൾ ഒട്ടും അറിയത്തില്ല. അതേപോലെ കാട. ഇതുണ്ടോ, ചൂടായതുകൊണ്ട് എല്ലാവരും പറക്കുക. ഇതുണ്ടോ കേസ്, ഇവിടെ ഒരു കൈത്തോടാണ്. ഈ തോട് ഒഴിച്ചില്ല നേരെ ആറ്റിലോട്ടാണ്. നമ്മൾ വേനൽക്കാലത്ത് ഇവിടെ വരുമ്പം വെള്ളമൊന്നും കാണത്തില്ല കിണറ്റ്. അന്നേരം ഇവിടെ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ വെള്ളം എടുക്കുന്നു, കുളിക്കാൻ പറ്റുന്നൊക്കെ ഇവിടുന്ന. ചൂടായതുകൊണ്ട് എല്ലാവരും പറക്കുക. രണ്ട് വയസ്സ് ഒരു പൂന്തോട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, അതിലും മേലെ എൻ്റെ അവിടുത്തെ വാച്ചർ നട്ടു വെച്ചേക്കുന്നത്. ഫുള്ള് ചെടി, വഴി വരത്ത്. അതൊക്കെയാണെന്ന് എനിക്കറിയാൻ വയ്യ.
എന്തായാലും എല്ലാ സൈസും പൂവുണ്ട്, എല്ലാത്തിനും പൂവുണ്ട്. പൂവുണ്ടായതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, അടിപൊളിയല്ലയോ? ആ ജമന്തിയൊക്കെ അറിയാം, അതൊക്കെ എനിക്കറിയാം. വാഴച്ചെടി, ജമന്തി, അത് ഇതെന്തോ ഇതൊക്കെ എന്തോ എനിക്കറിയാൻ വയ്യ. കേട്ടോ എല്ലാവരും കയറി നമ്മൾ കോട്ടേഴ്സ് എത്താറായി. അതുകൊണ്ട് അവിടെയും കയറിപ്പോൾ റെഞ്ച് എടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ കോട്ടേഴ്സിനെ കട്ടിച്ച് വലിയ റെഞ്ചാണ്, നല്ല വലിപ്പമുണ്ട്. ഉണ്ടോ? പിന്നെ ഏതാണ്ട് പാലം കണ്ടോ, നമ്മൾ അവിടുത്തെ പാലത്തെക്കാട്ടി വലിയ പാലമാണ്. അവിടെ സഞ്ജു, രാജി, എല്ലാവരും, സൗമ്യ, അമ്പുതെല്ലാവരും കയറിപ്പോന്നു. പുറകെ ഞാനും ഉണ്ട് കേട്ടോ. അല്ലാതെ അവിടെ മുറ്റത്തെ ചെടി പോലും നമ്മൾ വെറുതെ വിടുന്നില്ല. ഞാനിതാ കയറി വരും കേട്ടോ. അപ്പം പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ചെടി അതൊന്നും എല്ലാം കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ. അപ്പം ഞാൻ ഒന്നിനെയും വെറുതെ വിടുന്നില്ല. ഉള്ള കുറ്റിച്ചെടികൾ വരെ ഞാൻ ഫോട്ടോ അതെടുത്തിട്ടുണ്ട്. എല്ലാം പോയിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടോ? അടിപൊളിയല്ലേ? പിന്നെ ഇവിടുത്തെ ക്വാർട്ടേഴ്സിലെ വാച്ചറിൻ്റെ ബന്ധുക്കളാണ് കേട്ടോ. അവർ സാറുമാർ ഇന്ന് ക്യാമ്പിനുണ്ടായതുകൊണ്ട് അവർ ധൃതി വെച്ച് പാചകം ചെയ്യുക. ഇവിടെ കപ്പയൊക്കെ അരിയുന്നു, അപ്പുറത്ത് ചിക്കനൊക്കെ അരിയുക. ഞാനൊന്ന് അപ്പുറത്തോട്ടൊന്ന് കറങ്ങിച്ച് തരാം. ഇതാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലെ ഞങ്ങളുടെ പട്ടിയാട്ടോ. ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത്, ഞങ്ങളുടെ അച്ഛൻ നാട്ടിൽ പോയ സമയത്ത് അവിടെ കൊണ്ട് കെട്ടിയത്. അവിടെ ആളും വരില്ല. ഇതാണ് ഇവിടുത്തെ അടുക്കള. അതുകൊണ്ടോ ഇടുന്നല്ലേ, ഇതിവിടുത്തെ ഹാളാണ്. ഹാളിലെ ഇത് റൂം, ഇത് ഹാള്. അവിടെ സാറുമാർ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് ഇവിടുത്തെ കിണർ. കിടലല്ലേ? ആടാ 4 സൈഡ് അങ്ങോട്ട് തന്നെയാണ് ഈ ചെടിയാണ്. ഒരു അരണ ഓടിപ്പോയുണ്ടോ. ഹായ്, ഈ മഞ്ഞുടുപ്പിട്ടൊക്കെ ഇതാണ് ഇവിടുത്തെ വാച്ചർ. ഇതെൻ്റെ മാമനാണ് കേട്ടോ. ഭയങ്കര കുരുത്തക്കേട. മാമൻ വളർന്നു മാമൻ അറിഞ്ഞൂടാ. കൊച്ചു പിള്ളേരെ കാട്ടി കുരുത്തക്കേടാണ് മാമൻ. പട്ടിയെ ഇതാണ് അപ്പ ചിരിക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ അപ്പ, മാമൻ്റെ വൈഫാണ്. ഇത് ഇവിടുത്തെ വാച്ചറിൻ്റെ വൈഫാണ്. പിന്നെ അവിടെ വെറുതെ വയ്ക്കാൻ വന്ന് കരുതി ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങിയാണ്. റോഡിൽ നിന്ന് പീലി കേട്ട് ഒരു കൊച്ചു പീലി കണ്ട്. ഇങ്ങനെ ഞങ്ങൾ കരുതി കുറച്ച് പീലി പറക്കാം. അതുകൊണ്ട് അവിടെ എല്ലാം പൊഴിഞ്ഞ് കിടപ്പുണ്ട്. ചാണ്ട് കൊണ്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരു പീലി അതെവിടെയല്ല, അങ്ങോട്ട് കയറിക്കാൻ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ പേടിയായിട്ട് കാറല്ലേ, അറിയത്തില്ല എങ്ങോട്ട് ഓടും. പീലി പറക്കാൻ നമ്മുടെ മാധവി നമ്മളെ സഹായിക്കുന്നുണ്ട്. നേരത്തെ കണ്ട മാമൻ്റെ മൂത്ത മോളാണിത്. ഇത് ഞങ്ങളുടെ ചേച്ചിയുടെ മോൻ സഞ്ജു. അപ്പുറത്ത് രാജിരുന്ന് കമൻ്റ് അടിക്കുന്നുണ്ട്. രാജി തമ്പൂസ് ഞങ്ങളുടെ സ്നേഹിച്ചാണ് അവിടെ ഇരിക്കുകയാണ്. അയ്യ നമ്മുടെ കുഞ്ഞു പേര് കിട്ടുന്നുണ്ട്.